മഹാഭാരതത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും യുദ്ധം ചെയ്യരുത് എന്നാണ്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശാന്തിപർവത്തിൽ രാജധർമ്മ അനുശാസന പർവമുണ്ട്. ഏതാണ്ട് 9000 ശ്ലോകമാണുള്ളത്. ലോകത്ത് ഇന്ന് വരെ വിഭാവനം ചെയ്തിട്ടുള്ള രാഷ്ട്രവ്യവഹാരത്തിൻ്റെ തത്വവും പ്രയോഗവും കലയും ശാസ്ത്രവും സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ. അത് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മരാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് യുദ്ധം ജയിച്ച് ചക്രവർത്തിയാകാൻ പോകുന്ന തൻ്റെ കൊച്ചുമകൻ യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ അനുജന്മാർക്കും ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ നൽകുന്നതാണ് ഈ ഉപദേശം. അദ്ദേഹം യുധിഷ്ഠിരനെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഉണ്ണി മഹാരാജാവേ, നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. പറയുന്നത് ആരാണ്? അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സൈന്യാധിപനാണ്, ഏറ്റവും വലിയ യോദ്ധാവാണ്, മഹാരഥിയല്ല ഏകരഥിയുമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ അനവധിയാണ്. ഇങ്ങനെ അനവധി യുദ്ധം നടത്തി ജയിച്ചിട്ടുള്ള ഭീഷ്മരാണ് പറയുന്നത്, ഉണ്ണി മഹാരാജാവേ, നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. എന്താ കാരണം? യുദ്ധം ജയിക്കാൻ നിനക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ആയിരിക്കില്ല. ഇതാണ് മഹാഭാരതത്തിന് നൽകുന്ന സന്ദേശം. ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ഞാനിത് ശ്രമിക്കുന്നത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു പോകുന്ന ദൂതാണ്, അല്ലാണ്ട് വിജയിക്കുമെന്ന് കരുതി പോയതല്ല. പരാജയപ്പെടും. പക്ഷേ പരാജയപ്പെട്ടാലും ഒരു മഹാദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി തനിക്ക് കഴിയാവുന്ന കാര്യം ചെയ്തു എന്ന് സ്വയം ബോധ്യമാകാൻ വേണ്ടിയാണ് ആ ദൂത്.